എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, GNM ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, ANM കോഴ്സുകളുടെ അടുത്ത സ്പോട്ട് അലോട്ട്മെന്റ് നവംബർ 7-ാം തീയതി LBSന്റെ എല്ലാ ജില്ലയിലുമുള്ള ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൽ വെച്ച് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അന്നേ ദിവസം 11 മണിക്ക് മുൻപായി വന്ന് സ്പോട്ട് അലോട്ട്മെന്റിന് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അന്നേ ദിവസം രജിസ്റ്റർ ചെയ്യുന്നവരെയാണ് ഈ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുപ്പിക്കുന്നത്. നേരത്തെ 2 സ്പോട്ട് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു LBSന്റെ GNM ആൻഡ് ANM കോഴ്സിന്റെ. സോ വേക്കൻറ്റ് സീറ്റ്സ് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സ്പോട്ട് അലോട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. സീറ്റ് വേക്കൻസി LBSന്റെ ഒഫീഷ്യൽ സൈറ്റിലും പിന്നെ ഫെസിലിറ്റേഷൻ സെന്റേഴ്സിലും വെച്ച് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും സീറ്റ് വേക്കൻസി ഉള്ളത്. സോ സ്പോട്ടിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ നവംബർ 7-ാം തീയതി എന്ത് ചെയ്യുക, രാവിലെ 11 മണിക്കുള്ളിൽ തന്നെ, അതായത് 11 മണിക്ക് മുൻപായിട്ട് തന്നെ എന്ത് ചെയ്യുക, അടുത്തുള്ള ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൽ എത്തി സ്പോട്ടിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് വരുമ്പോൾ ഡോക്യുമെന്റ്സും പിന്നെ ടോക്കൺ ഫീസും കൊണ്ടുവരേണ്ടതാണ്. ടോക്കൺ ഫീസ് എത്രയാണ് കൊണ്ടുവരേണ്ടതെന്ന് ഒഫീഷ്യൽ സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് SC ST OEC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 100 റുപ്പീസാണ് ടോക്കൺ ഫീസായിട്ട് വരുന്നത്. അല്ലാത്തവർ 500 രൂപയാണ് ടോക്കൺ ഫീസായിട്ട് അടയ്ക്കേണ്ടത്. അത് നിങ്ങൾക്ക് സ്പോട്ട് അലോട്ട്മെന്റ് കിട്ടുമ്പോൾ നിങ്ങൾ ഏത് ഫെസിലിറ്റേഷൻ സെന്റേഴ്സിലാണോ നിൽക്കുന്നത് ആ ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൽ തന്നെ എന്ത് ചെയ്യണം, ടോക്കൺ ഫീസ് പേ ചെയ്യേണ്ടതാണ്. നിങ്ങൾ സ്പോട്ട് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ സീറ്റ് വേക്കൻസിയുടെ അടിസ്ഥാനത്തിലാണ് ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. സോ ആ ഒരു സീറ്റ് വേക്കൻസിയുടെ അടിസ്ഥാനത്തിൽ റാങ്കിൻ്റെയും പിന്നെ ഇൻഡെക്സിൻ്റെയും പിന്നെ കാറ്റഗറി റിസർവേഷൻ ഉണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ബേസിസിലായിരിക്കും നിങ്ങൾക്ക് സ്പോട്ട് അലോട്ട്മെന്റ് കിട്ടുന്നത്. സോ അലോട്ട്മെന്റ് കിട്ടുന്നവർ നേരത്തെ ടോക്കൺ ഫീസ് അടച്ചിട്ടില്ല എങ്കിൽ LBSന്റെ ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൽ തന്നെ ടോക്കൺ ഫീസ് പേ ചെയ്യേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് നേരത്തെ, അതായത് ഇതുവരെ അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീസും കൂടെ സ്പോട്ട് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുമ്പോൾ ടോക്കൺ ഫീസും കൂടെ കരുതേണ്ടതാണ്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമേ ഈ സ്പോട്ട് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നിങ്ങളുടെ ഡോക്യുമെന്റ്സ് മസ്റ്റായിട്ട് കൊണ്ടുപോകേണ്ടതാണ്. സോ നേരത്തെ സ്പോട്ട് അലോട്ട്മെന്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഓപ്ഷൻസ് കൊടുക്കേണ്ടത് എങ്ങനെയെന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. സീറ്റ് വേക്കൻസിയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. സീറ്റ് വേക്കൻസി നിങ്ങൾ പോകുമ്പോൾ LBSന്റെ ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൽ വെച്ച് അറിയാനായിട്ട് സാധിക്കും. പിന്നെ ആ ദിവസം തന്നെ LBSന്റെ ഒഫീഷ്യൽ സൈറ്റിൽ വേക്കൻസി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. നേരത്തെ സ്പോട്ട് അലോട്ട്മെന്റിൽ ഇതേപോലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. LBSന്റെ ഒഫീഷ്യൽ സൈറ്റിൽ GNM ആൻഡ് ANMന്റെ സൈറ്റിൽ വേക്കൻസി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫെസിലിറ്റേഷൻ സെന്റേഴ്സിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സ്പോട്ട് അലോട്ട്മെന്റിൽ സീറ്റ് വേക്കൻസി ഉണ്ടായിരുന്നത് 37 സീറ്റ്സാണ്. അതിൽ കുറേ സീറ്റ്സൊക്കെ കഴിഞ്ഞ സ്പോട്ട് അലോട്ട്മെന്റിൽ ഫില്ലായിട്ടുണ്ടാവും. സോ ഇനി വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റ് ഫില്ലാവാനാണ് അടുത്ത സ്പോട്ട് അലോട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ സ്പോട്ട് അലോട്ട്മെന്റിൽ ഉണ്ടായിരുന്ന സീറ്റ് വേക്കൻസി ഈ വീഡിയോയുടെ ലാസ്റ്റിൽ കൊടുക്കാം. സോ എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.